നമസ്കാരം. കഴിഞ്ഞ ദിവസം RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ മുൻ പത്രാധിപരായ ബാലശങ്കർ ഒരു യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ അതാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, BJPക്കും RSSനും വഴിത്തിരിവായ ഒരു സംഭവത്തെ പറ്റിയാണ് ബാലശങ്കർ ഈ വീഡിയോയിലുടനീളം വാചാലനായിരിക്കുന്നത്. തമിഴ്നാട്ടിലെ മീനാക്ഷിപുരത്ത് നടന്ന മതപരിവർത്തനമായിരുന്നു ആ സംഭവം. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ ഒരു ഗ്രാമമാണ് ഈ മീനാക്ഷിപുരം എന്ന് പറയുന്നത്. 100 കണക്കിന് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഹിന്ദുമത വിശ്വാസികൾ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ട ഒരു സംഭവത്തെയാണ് ഈ മീനാക്ഷിപുരം മതപരിവർത്തനം എന്ന് അറിയപ്പെടുന്നത്. ഈ സംഭവം ഇന്ത്യയിൽ മത സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വലിയ തുടക്കം കുറിക്കുകയും ചെയ്തു. 1100 പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് അന്ന് ഇസ്ലാം മതം സ്വീകരിച്ചത്. ഈ സംഭവം ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയായി. അതോടുകൂടി പല പത്രപ്രവർത്തകരും രാഷ്ട്രീയക്കാരായ അടൽ ബിഹാരി വാജ്പേയിയും അതിനോടൊപ്പം തന്നെ യോഗേന്ദ്ര മക്വാന തുടങ്ങിയ ആളുകളുമൊക്കെ തമിഴ്നാട്ടിലെ മീനാക്ഷിപുരം ഗ്രാമത്തിലേക്ക് ഓടിയെത്തുന്നു. ഇത് വലിയ തോതിൽ ചർച്ചയാവുന്നു എന്ന് കണ്ടപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും ഈ സംഭവം പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. ഈ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കും മീനാക്ഷിപുരം മതപരിവർത്തനത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അന്ന് മാധ്യമങ്ങൾ വളരെ വിശദമായി തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. മീനാക്ഷിപുരം മതപരിവർത്തനത്തിനെതിരായിരുന്നു ഇന്ദിരാഗാന്ധി എന്നത് നമുക്ക് ചരിത്ര വസ്തുതകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇങ്ങനെ വലിയ തോതിൽ മതപരിവർത്തനം നടക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മീനാക്ഷിപുരം പോലെയുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ 1100ഓളം ആളുകൾ ഒറ്റയടിക്ക് ഇസ്ലാം മത വിശ്വാസത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ഭാവിയിൽ ഇന്ത്യയുടെ മതേതര സ്വഭാവം ഇല്ലാതാക്കും എന്നുള്ള ഭയമായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നത്. ഈ ഒരു വലിയ ഭീഷണിയിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ദിരാഗാന്ധി ആദ്യം ഓടിച്ചെന്നത് RSSന്റെ പക്കലേക്കായിരുന്നു. അവർ RSSന്റെ വിവിധ ഉന്നതതല നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്തു. ഇസ്ലാമിലേക്കുള്ള മതപരിവർത്തനത്തിന് കടിഞ്ഞാണിടുന്നതിന് വേണ്ടി RSS വലിയ തോതിൽ പ്രചരണം നടത്തണം എന്നതായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഒരു അഭ്യർത്ഥന. അതിനുവേണ്ടി അവർ കാര്യമായി തന്നെ RSSന് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു. അന്ന് ഇന്ദിരാഗാന്ധി തന്നെ ഈ ദൗത്യത്തിന് വേണ്ടി ഒരു കോൺഗ്രസ് നേതാവിനെ ഈ മീനാക്ഷിപുരത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. കരൺ സിംഗ് ആയിരുന്നു അതിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ്. അന്ന് RSS അശോക് സിംഘാളിനെയും തമിഴ്നാട്ടിലേക്ക് ഉടൻ തന്നെ അയച്ചു. അദ്ദേഹം മീനാക്ഷിപുരം സന്ദർശിക്കുകയും കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഈ അശോക് സിംഘാൾ UPയിലെ വലിയൊരു ബിസിനസ് കുടുംബത്തിൽപ്പെട്ട അംഗമായിരുന്നു. കരുത്തനായ സംഘപ്രവർത്തകൻ കൂടിയായിരുന്നു. ദേശീയ തലത്തിൽ വലിയ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ വലിയ ഒരു ആജ്ഞാശേഷിയുള്ള നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. അന്ന് അശോക് സിംഘാൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജോയിന്റ് ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന കാലമാണ്. ഈ മീനാക്ഷിപുരം മതപരിവർത്തനത്തിനെതിരായുള്ള പ്രതിഷേധമാണ് അശോക് സിംഘാളിന്റെ നേതൃത്വത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു വലിയ ശക്തിയായി രാജ്യത്ത് പടർന്ന് പന്തലിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇവർ സ്വാധീനിക്കപ്പെട്ടു? എന്തുകൊണ്ട് പെട്ടെന്ന് സ്വന്തം മതവിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് പോയി എന്ന ചോദ്യം അപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഒരു വ്യക്തമായ കാരണമില്ലാതെ ആരും മതപരിവർത്തനത്തിന് തയ്യാറാവുകയില്ല. ആ കാരണം എന്ത് എന്നത് പഠിക്കുകയായിരുന്നു ഈ ഹിന്ദു സംഘടനയുടെ നേതാവിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൽ അദ്ദേഹം എത്തിച്ചേർന്ന ഒരു നിഗമനമുണ്ട്. പിന്നാക്കക്കാരായ ദളിതർക്ക് ക്ഷേത്ര പ്രവേശനം നിഷേധിക്കുന്നത് കൊണ്ടാണ് അവർ ഹിന്ദുമതം വിട്ട് മറ്റ് മതങ്ങളിലേക്ക് പോകുന്നത് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. അതിനുശേഷം അദ്ദേഹം VHPയുടെ നേതൃത്വത്തിൽ 200ഓളം ക്ഷേത്രങ്ങളാണ് അവിടെ പണിതത്. അതിനുശേഷം ദളിതരുടെ മതപരിവർത്തനം ഒരു പരിധി വരെ തടയാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. BJP അന്ന് വരെ മതേതരത്വം പറഞ്ഞു നടന്ന മറ്റ് പാർട്ടികളെ പോലെ തന്നെയുള്ള ഒരു പാർട്ടി മാത്രമായിരുന്നു. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി BJPയെ ഒരു ബഹുജന സംഘടനയാക്കി വളർത്തണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹിന്ദു പ്രശ്നം ഏറ്റെടുക്കണമെന്ന് ആ ഒരു അഭിപ്രായം പാർട്ടിക്കുള്ളിൽ വളരെ ശക്തമായി തന്നെ ഉയർന്നു നിൽക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ മീനാക്ഷിപുരം മതപരിവർത്തനത്തിന് തൊട്ടു പിന്നാലെ രാമജന്മഭൂമി വിഷയം ഏറ്റെടുക്കാൻ BJP തീരുമാനിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും കൈകോർക്കാതെ സ്വന്തം നിലയ്ക്ക് നിന്നിരുന്ന ഹിന്ദു പാർട്ടിയായ മഹാരാഷ്ട്രയിലെ ശിവസേനയുമായി BJP സഖ്യമുണ്ടാക്കാൻ തീരുമാനിച്ചതും ഇതേ കാലയളവിൽ തന്നെയായിരുന്നു. എന്തായാലും മീനാക്ഷിപുരം മതപരിവർത്തനത്തിനെതിരായ പ്രക്ഷോഭവും രാമജന്മഭൂമി പ്രക്ഷോഭവും ഒക്കെ BJPക്കും RSSനും ഇന്ത്യയിൽ ഉണ്ടാക്കി കൊടുത്ത ഒരു മൈലേജ് ചെറുതായിരുന്നില്ല. അഡ്വാനിയുടെ രഥയാത്ര കൂടിയായപ്പോൾ ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ വേരുകൾ ഈ മണ്ണിൽ ഉറപ്പിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു.